സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരത്തെ AKG സെന്റർ. കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു AKG സെന്റർ. എപ്പോഴും അവിടെ എത്തി എല്ലാവരോടും സൗഹൃദം സൂക്ഷിക്കുന്ന നേതാവ്. ആ രീതിയിൽ കേരളത്തിലെ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേശീയ നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത്രമാത്രം നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളോടും ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ എല്ലാ തെരുവോരങ്ങളിലും എല്ലാ ഇടങ്ങളിലും സംസാരിച്ച് നടന്ന ഒരു നേതാവ്. ആ നേതാവാണ് ഇപ്പോൾ യാത്രയാകുന്നത്. തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പ്രിയ നേതാവിന് ആദരമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, പാർട്ടി സഖാക്കൾ. ഇപ്പോൾ വിജിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് AKG സെന്ററിൽ നിന്ന്. വിജിൻ, പ്രിയ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് AKG സെന്ററിൽ. അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ദില്ലിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായും മുതിർന്ന CPM നേതാവ് SRP ഒപ്പം MV ഗോവിന്ദൻ മാസ്റ്റർ, മന്ത്രി KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, VN വാസവൻ, മറ്റ് നേതാക്കൾ ഒക്കെ, M സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ശേഷമാണ് താഴെ ഇറങ്ങി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള യെച്ചൂരിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പം അർപ്പിച്ചത്. അനുശോചനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടത്തുകയും ചെയ്തു. അനുശോചന പ്രമേയം അവതരിപ്പിച്ചാണ് സെക്രട്ടേറിയറ്റ് യോഗം പിരിഞ്ഞത്. മറ്റ് നടപടികളിലേക്കൊന്നും സെക്രട്ടേറിയറ്റ് യോഗം കടന്നില്ല. ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തതുകൊണ്ട് തന്നെ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നാണ് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം താഴേക്ക് ഇറങ്ങി വന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ ഒക്കെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് വിമാനത്താവളത്തിലേക്ക് തിരിക്കും. അവിടെ നിന്ന് 12:15 വിമാനത്തിലാണ് അവരൊക്കെ ഡൽഹിയിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയും ദില്ലിയിലേക്ക് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി പോകുന്നതിന് മുമ്പ് AKG സെൻറ്ററിൽ എത്തുമോ എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്തി മുഖ്യമന്ത്രിയും പുഷ്പം അർപ്പിച്ച ശേഷമായിരിക്കും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുക. അല്പസമയത്തിനകം നേതാക്കളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിട്ടുള്ളത്. MV ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം തന്നെ VN വാസവൻ, മന്ത്രി KN ബാലഗോപാൽ, M സ്വരാജ്, അതുപോലെ തന്നെ PK ബിജു, മുഹമ്മദ് റിയാസ്, ഒപ്പം മുതിർന്ന നേതാവായ SRP ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇവിടെയുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ മുഖ്യമന്ത്രി വരുന്നതിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും യെച്ചൂരിക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി പുറപ്പെടുമനു. വിജിൻ, ഇപ്പോൾ എല്ലാ സഖാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ദില്ലിയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്ന യെച്ചൂരിയോടുള്ള സ്നേഹവും ആദരവും അറിയിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള സൗകര്യങ്ങൾ AKG സെന്ററിൽ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായും മനു, രാഷ്ട്രീയ ഭേദമില്ലാതെ AKG സെൻറ്ററിലേക്ക് ആളുകൾ, നേതാക്കൾ, പ്രവർത്തകർ എല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ മുതൽ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ. ഈ പ്രദേശങ്ങളിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ചേർന്ന്, നേതാക്കളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും പാർട്ടി അനുഭാവികളും ഒക്കെ ചേർന്നാണ് ഇവിടെ പുഷ്പം അർപ്പിച്ച ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നതിനായി ഇവിടെ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അവർ മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് വിജയകുമാർ, അതുപോലെ തന്നെ VK പ്രശാന്ത് MLA, അതുപോലെ മന്ത്രി VN വാസവൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, അങ്ങനെയുള്ള നേതാക്കൾ ഇപ്പോഴും AKG സെൻറ്ററിൽ തന്നെ ഉണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഇവർ ഡൽഹിയിലേക്ക് പോകുന്ന ആളുകൾ ഒക്കെ നേരെ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. 12:15 വിമാനം. എയർ വിസ്താരയിലായിരിക്കും ഇവർ ദില്ലിയിലേക്ക് പോവുക. അവിടെ എത്തി യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കും. എന്തായാലും അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഒക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ നിലവിലിവിടെയുണ്ട്. രാവിലെ തന്നെ അവരൊക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തതാണ്. എന്നാലും മറ്റ് ആളുകൾക്ക് ഉൾപ്പെടെ വന്ന് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. BJP, കോൺഗ്രസ് നേതാക്കളൊക്കെ ഇങ്ങോട്ട് എത്താൻ സാധ്യതയുണ്ട്. അവർക്കും സ്വാഭാവികമായും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള യെച്ചൂരിയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുള്ള ആർക്കും അങ്ങനെ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ, പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾ, ഒപ്പം തന്നെ ഈ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഇങ്ങോട്ട് ഓരോ സമയങ്ങളിലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്തി യെച്ചൂരിയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കളർപ്പിച്ച് മടങ്ങുകയാണ്. ഇത് വൈകുന്നേരം വരെ ഈ 3 ദിവസത്തെ അനുശോചനമാണ്, ദുഃഖമാണ് രേഖപ്പെടുത്താൻ ഉള്ള അത്തരത്തിലുള്ള പൊതുപരിപാടികൾ ഒക്കെ മാറ്റിവെച്ചുള്ള ഒരു
നടപടികളിലേക്കാണ് CPM കടന്നത്. ഒപ്പം തന്നെ ബ്രാഞ്ച് സമ്മേളനം ഉൾപ്പെടെയുള്ളവ ഈ 3 ദിവസം നടക്കില്ല. അന്ന് നേരത്തെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ അക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ലോക്കൽ അടിസ്ഥാനത്തിൽ അനുശോചന സമ്മേളനങ്ങൾ ചേരാനും മൗനജാഥ ഉൾപ്പെടെ നടത്താനും ഒക്കെ നിലവിൽ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ തന്നെ ലോക്കൽ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ മൗനജാഥയും അതുപോലെ തന്നെ അനുശോചന യോഗങ്ങളും ഒക്കെ ചേർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് 3 ദിവസത്തെ ഔദ്യോഗികമായിട്ടുള്ള ദുഃഖാചരണത്തിന് പാർട്ടി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ബ്രാഞ്ച് അടിസ്ഥാനത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള അനുശോചന യോഗങ്ങൾ ചേരും. ഒപ്പം തന്നെ മൗനജാഥകളും അതുപോലെ തന്നെ പതാക CPMൻ്റെ അരിവാൾ ചുറ്റി നക്ഷത്രം അടങ്ങിയ പതാക താഴ്ത്തിക്കെട്ടി കറുത്ത പതാക ഉയർത്തിയിരുന്നു ഇന്നലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ സംസ്ഥാനത്തോട് ഏറ്റവും ചേർന്ന് നിന്ന ഒരു നേതാവിനുള്ള ഏറ്റവും ഉചിതമായ യാത്രയയപ്പ് നടത്തുകയാണ് CPIയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും മറ്റ് CPM അനുഭാവികളും ഇടതുപക്ഷ അനുഭാവികളും എല്ലാം ചേർന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്ക് ഉൾപ്പെടെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകൾ തന്നെയാണ്. വ്യക്തിപരമായി അത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തി മുന്നോട്ട് പോവുകയായിരുന്നു യെച്ചൂരി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം യെച്ചൂരിയോട് അഗാധമായ സ്നേഹവും അടുപ്പവുമുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടികളോട് പ്രത്യേകിച്ച് വർഗീയ രാഷ്ട്രീയത്തോടൊക്കെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും യെച്ചൂരി കൃത്യമായി ഇത്തരത്തിൽ ജനങ്ങളുമായും അതുപോലെ തന്നെ നേതാക്കളുമായും ഒക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒക്കെയായി ബന്ധം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാന പ്രതിപക്ഷ നേതാക്കളിലൊരാളായി ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയൊക്കെ ഏറ്റവും കെട്ടുറപ്പോടെ നയിച്ച അതിനെ കൂട്ടിയോജിപ്പിച്ച ഒരു നേതാവായി യെച്ചൂരി മാറുകയും ചെയ്തു. ഒപ്പം തന്നെ കേരളത്തിനും പ്രിയപ്പെട്ട ആളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ മുതിർന്ന നേതാക്കളെ മൺമറഞ്ഞു പോയ നേതാക്കളെ ഒക്കെ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിജിൻ. ഒരു ദേശീയ നേതാവാണെങ്കിൽ പോലും കേരളത്തിന് മലയാളികൾക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നേതാവിനോടുള്ള ഇഷ്ടവും സ്നേഹവുമാണ് സീതാറാം യെച്ചൂരിയോട് എപ്പോഴും കാണാനുള്ളത്. കാരണം അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും കേരളത്തിൽ വരുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ നടന്നു പോകുന്ന ഒരു നേതാവ്. ആ രീതിയിലുള്ള ഒരു സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഈ അവസാന നിമിഷത്തിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ നിന്ന്? തീർച്ചയായും ആ സ്നേഹം തന്നെയാണ് ഈ AKG സെൻറ്ററിനും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ഒക്കെ യെച്ചൂരിയോടുള്ളത്. അവർ ഒക്കെ രാഷ്ട്രീയ ഭേദമന്യേ അതുകൊണ്ട് തന്നെയാണ് യെച്ചൂരിയുടെ മരണം അകാലത്തിൽ ഉണ്ടായ ഈ മരണത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ ഇങ്ങോട്ടെത്തി അദ്ദേഹം ഇവിടെ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ആയിരിക്കും വിമാനത്താവളത്തിലേക്ക് പോവുക. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ അടുപ്പം, അതായത് വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ വലിയ അടുപ്പമാണ് കേരളത്തിലെ ജനങ്ങളുമായും കേരളത്തിലെ നേതാക്കളുമായും ഒക്കെ ഈ യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. SFI കാലം മുതലുള്ള ആ ബന്ധം അങ്ങനെ തന്നെ ഏറ്റവും അവസാനം വരെ നിലനിർത്താനും യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളം ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ ശക്തി കേന്ദ്രം എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലും ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാട് ആണ് യെച്ചൂരി സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കും ഏറ്റവും സുപരിചിതനായി യെച്ചൂരി മാറുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ EMSനെയും AKGയെയും അതുപോലെ തന്നെ നായനാരെയും മറ്റ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഒപ്പമാണ് മലയാളികൾ യെച്ചൂരിയെ കണ്ടിരുന്നത് എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവായി അദ്ദേഹം മാറുകയായിരുന്നു. നമ്മളോട് സംസാരിച്ച നേതാക്കൾ ഒക്കെ വ്യക്തമാക്കിയത് ഏത് പ്രദേശത്താണോ എത്തുന്നത് അവിടുത്തെ ആളായി യെച്ചൂരി മാറും എന്നുള്ളതാണ്.